ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഖസർ അൽ വത്തൻ, അതായത് ദ പ്രസിഡൻ്റൽ പാലസ്, അബുദാബിയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലസിലോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് കോർണിഷ് റോഡാണ്. അബുദാബിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും കൂടിയാണ് ഈ കോർണിഷ് റോഡ്. അപ്പോൾ കോർണിഷ് റോഡിലൂടെയാണ് നമ്മൾ ഖസർ അൽ വത്തൻ എന്ന് പറഞ്ഞ പാലസിലോട്ട് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എമിറേറ്റ്സ് പാലസ് എന്ന് പറഞ്ഞൊരു ലക്ഷറി ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അൽ വത്തൻ പാലസിൻ്റെ ഗേറ്റ്. ഈ ഡോണ്ടോ ബോട്ടിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്, കാരണം അവിടെയാണ് നമ്മളെ കാർ പാർക്കിംഗ് വരുന്നത്. തികച്ചും ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. കാർ പാർക്കിങ്ങിൽ വാഹനം നിർത്തി അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവർ നമ്മളെ ബസ്സിലാണ് കൊണ്ടുപോകുക. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വരുമ്പോൾ ഈവനിങ് ടൈമിൽ വരാൻ നോക്കുക. ഞങ്ങൾ ഏകദേശം സമ്മർ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു വന്നിരുന്നത്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വിസിറ്റർ സെൻറ്ററിൻ്റെ അവിടെ നമ്മൾ കണ്ട് ടിക്കറ്റ് എടുത്ത് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ അവർ വീഡിയോ എടുക്കാൻ അലോട്ട് ചെയ്തിരുന്നില്ല. ചെക്കിങ്ങിൽ നമ്മളെ മൈക്ക് അവിടെ മേടിച്ച് വെച്ചു. തിരിച്ചു വരുമ്പോൾ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അലോഡില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം പാലസിൻ്റെ അകത്തെത്തി. ഇതാണ് അവിടുത്തെ ഗാർഡൻ ലുക്ക് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ നല്ല ഗ്രീൻ സെറ്റപ്പായിരുന്നു. അങ്ങനെ പാലസിൻ്റെ മുമ്പിലെത്തി. ഇതാണ് നമ്മളെ പാലസ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് കണ്ട 2 കുതിരകൾ ഒരു ഭടന്മാരുടെ ലുക്കിൽ അവർ ഈ പാലസിൻ്റെ മുഖാന്തരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അതൊരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവരിങ്ങനെ നിന്ന് പിന്നെ അവർ വേറൊരു സൈഡിലോട്ട് പോയി. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളിനെ കാണുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനെ കണ്ട്, മലയാളിയായിരുന്നു. ചുമ്മാ ഒന്ന് ചോദിച്ചു എന്തെല്ലാം കാണാനുണ്ടെന്ന്. അപ്പോൾ മൂപ്പരാണ് പറഞ്ഞത് ലേസർ ഷോ ഉണ്ട് 7:45 മിസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പരിപാടി അകത്തൊക്കെ പോയി കറങ്ങി വന്ന് ഒരു 7:45 ആകുമ്പോഴത്തേന് പുറത്തിറങ്ങിയാൽ ലേസർ ഷോ കാണാം, അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞു. അപ്പോൾ ലേസർ ഷോ എന്തായാലും മിസ് ചെയ്യാതെ കാണാം. ചൂടിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ഞങ്ങൾ നേരെ അകത്തോട്ട് പോകാൻ തീരുമാനിച്ചു. വലിയൊരു ഡോർ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഡോറ്. അതിൽ ഫസ്റ്റ് കണ്ട ഡോർ ഭയങ്കര വലുത്. പിന്നെ സെക്യൂരിറ്റിക്കാരൻ ഡോറൊക്കെ തുറന്നെന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്തെത്തിയപ്പോൾ ഒരു ആശ്വാസം തോന്നി. ഒരു തണുപ്പുണ്ട് വന്ന്. നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ്. ഫസ്റ്റ് കിട്ടുന്ന മെയിൻ ഹാളായിരുന്നു ഇത് കേട്ടോ. എന്താ ലുക്ക്. UAE പ്രസിഡന്റ് ഈ പാലസിൽ വെച്ചായിരുന്നു മറ്റു രാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രസിഡന്റുമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നതും അവരെ സ്വീകരിക്കുന്നതൊക്കെ ഈ പാലസിൽ വെച്ചാണ് നടത്താറുള്ളത്. 2017 പാലസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയത്. 2019 ഇത് സന്ദർശകർക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തിരുന്നു. പാലസിൻ്റെ അകത്തൊരുക്കിയിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇത്. നല്ലൊരു അടിപൊളി മ്യൂസിയം. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതുവരെ ആരും എന്നോട്
വീഡിയോ എടുക്കരുത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് ചെക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം അവർ അന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അകത്തെടുത്തോളൂ എന്നാണ് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് വന്നത് മ്യൂസിയത്തിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പോലെയൊന്നുമല്ല, നല്ല സപ്പോർട്ടിംഗ് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഈ കാണുന്ന ഗിഫ്റ്റെല്ലാം ഇവർക്ക് പല രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സൗഹൃദ ഗിഫ്റ്റുകളാണ്. ഇതിൽ പലതും പ്യുവർ ഗോൾഡ് കൊണ്ടും ഡയമണ്ട് കൊണ്ടും നിർമ്മിച്ചതാണ്. നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകളായിട്ടും അതുപോലെ ആധുനിക കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെ അവർ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു മീറ്റിംഗ് ഹാളാണ്. ഇത് കഴിഞ്ഞ് ഇതിന് നേരെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അത്യാവശ്യം ഇതന്നെ ഒരു വലിയൊരു മീറ്റിംഗ് ഹാളുണ്ട്. ഈ മീറ്റിംഗ് ഹാളിൽ തൂങ്ങിക്കിടക്കുന്ന നിലവിളക്ക് ഇത് ഏകദേശം ഒരു 3.5 ലക്ഷം രത്നക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു നിലവിളക്കാണ്. ഒരു കൂറ്റൻ നിലവിളക്ക് തന്നെയാണ്. ഈ ഹാളിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ നിലവിളക്കും അതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്നത് കാണാനും. പാലസിൻ്റെ ലൈബ്രറിയാണിത്. ഏകദേശം 50,000 ബുക്കുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ലൈബ്രറി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്കാണ് പോയത്. എക്സിറ്റായി, ഏകദേശം സമയമായി. 7 o'clock ആയപ്പോൾ അവരെല്ലാവരും കഴിഞ്ഞ് എക്സിറ്റാണ് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ കാണാൻ സാധിച്ച ഷോപ്പുകളാണ്. കോഫി ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ വാച്ച് ഷോപ്പ്, അങ്ങനെ 2-3-4 ഷോപ്പുകളൊക്കെ ലക്ഷറി ഷോപ്പുകളാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. വാച്ചിനൊക്കെ 2 ലക്ഷം മുതൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത്. അങ്ങനെ പുറത്തെത്തിയ കിട്ടുന്ന ഏകദേശം നമ്മളെ ഒരു ഡാർക്കായിരുന്നു. അവിടെ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7:10 ആയിട്ടുണ്ടാവും. 7:45 ലേസർ ഷോ തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നൈറ്റിൽ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒരു ഗോൾഡ് കളറിലൊക്കെ ആയിട്ട് പാലസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്താ സ്റ്റൈലേ, മാഷല്ലാ. ലുക്ക് തന്നെ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു പാലസ് തന്നെയാണ്. ലക്ഷയുടെ അങ്ങേ അറ്റം എന്ന് തന്നെ. പാലസിനോട് മുഖാന്തരമായിട്ട് അവിടെ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് തുടങ്ങി. ആദ്യം മുന്നിൽ ഇങ്ങനെ ഓരോരുത്തർ സ്ഥലം പിടിച്ചിരുന്ന് തുടങ്ങി. കാരണം 7:45 ആകുമ്പോൾ ലേസർ ഷോ തുടങ്ങും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇവിടെ നിന്ന് നേരെ കാണാൻ പറ്റും ലേസർ ഷോ. അപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ലേസർ ഷോ ഇപ്പോൾ തുടങ്ങും. 5 മിനിറ്റിൽ തുടങ്ങും. അറബിയിൽ എന്തെല്ലോ പറഞ്ഞിരുന്നവർ.
ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പരിപാടി? അടിപൊളി ഷോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോ. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അടിപൊളി ഷോ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉഷാറായി. ഞങ്ങളെല്ലാവരും പോവാണ്. ആദ്യം ബസ് പിടിച്ചാൽ ആദ്യം പോകാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.